ഹലോ കൂട്ടുകാരെ, നമ്മുടെ SSC CHSL 2025 പോസ്റ്റ് പ്രിഫറൻസ് ഫോം ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് പ്രിഫറൻസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നാളെ വൈകിട്ട് വരെ അതിൻ്റെ സമയമുള്ളൂ. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഈ CHSL 2025 പോസ്റ്റ് പ്രിഫറൻസ് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ മെയിൻലി അവർക്ക് അറിയേണ്ടത് പോസ്റ്റുകളെ പറ്റിയാണ്. അവർക്ക് കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടുമോ, പിന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ ജോബ് പ്രൊഫൈൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനൊരു അനാലിസിസ് നടത്തിയതിന് ശേഷം ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗൈഡ്, നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒരു ഗൈഡായിട്ട് ഈ വീഡിയോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡേറ്റ പറയുന്നുണ്ട്. 3522 വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇതിനകത്തായിരുന്നു +2 അല്ലെങ്കിൽ +2 ലെവലുള്ള CHSL ആയിരുന്നു ആഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് മാറ്റി CGL ആക്കിയതിന് ശേഷമാണ് നമ്മുടെ CHSL 3000 ആ ഒരു റേഞ്ചിലോട്ട് വേക്കൻസി ആവുന്നത്. നേരത്തേക്ക് 6000 സംതിങ് വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിൽ SSC പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു നോട്ടീസും അതുപോലെ ഈ ഒരു നോട്ടീസും അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം, ഓപ്ഷൻ കം പ്രിഫറൻസ് എന്താണ്, മാൻഡേറ്ററി ആണ്. നമ്മൾ CGL കൊടുക്കുന്നത് തന്നെയാണ്, അത് ചെയ്തിരിക്കണം. അത് ചെയ്യാത്തവർ എന്തായാലും ഇതിൽ നിന്ന് പുറത്താവും. ദ വിൻഡോ ഈസ് ഒഫീഷ്യലി ഓപ്പൺ. അതായത് CHSLന്റെ മെയിൻസ് എഴുതിയ ആരാണോ അവർ ഇത് കൊടുത്തിരിക്കണം. ദ വിൻഡോ ഈസ് ഒഫീഷ്യലി ഓപ്പൺ ഫ്രം 19/6/26 ടു 22. അതായത് നാളെ വരെ ഇത് ഓപ്പൺ ആണ്. ഇപ്പോൾ കട്ട് ഓഫ് ഏകദേശം എത്ര വരും എന്നുള്ള കാര്യം നമുക്ക് പറയാം. കാൻഡിഡേറ്റ്സ് ഫെയിലിംഗ് ടു ഹിറ്റ് സബ്മിറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദ ഫൈനൽ സെലക്ഷൻ. അതാണ് ആ ഒരു നോട്ടീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാത്തവർ ഫൈനൽ സെലക്ഷന് വേണ്ടി എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കപ്പെടത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ലൊക്കേഷൻ, ഇപ്പം ഡിപ്പാർട്ട്മെന്റ് റീജിയണൽ ഓഫീസസ് ഇൻ കേരള ഓർ മേജർ സൗത്ത്. അപ്പം ചിലപ്പോൾ കേരളത്തിൽ തന്നെ കിട്ടണമെന്നില്ല. പോസ്റ്റ് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ കേരളത്തിൽ എന്തായാലും കിട്ടിയേനെ. സൗത്ത് സിറ്റീസ് ഉണ്ട്, കാര്യം വേക്കൻസി കുറവാണ്, കൂടുതൽ നോർത്തിലോട്ടാണ്. അപ്പോൾ സൗത്തിൽ കിട്ടാനുള്ള ചാൻസ് ആണ് ഒരു ഹോം പോസ്റ്റിങ്ങിനെ സെക്യൂർ ആക്കുന്നത്. അതുപോലെ പ്രൊമോഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡൽഹി ബേസ്ഡ് മിനിസ്ട്രീസിലാണ്, ലൈക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റർ ആയിട്ടുള്ള പ്രൊമോഷൻ ഉള്ളത്. നമ്മുടെ റീജിയണൽ ഓഫീസിനെക്കായി, റീജിയണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം അങ്ങനെ ഉള്ള സ്ഥലത്ത്. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ഡൽഹിയിലാണ്. ഇപ്പോൾ ഡൽഹി പോകുകയാണെങ്കിൽ പ്രൊമോഷൻ എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് നോർമലി ക്ലർക്ക് ലെവലുള്ള ജോലിയാണ്, അതായത് UDC അല്ലെങ്കിൽ LDC ലെവലുള്ള ജോലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 9 to 5 ഡെസ്ക് ജോബ്. അതല്ലാത്ത പോസ്റ്റുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ കോർ മിനിസ്ട്രീസിൽ നമുക്ക് എന്താണ് അങ്ങനത്തെ ഉള്ള 9 to 5 ജോബാണ്. ബാക്കി ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കും ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ബെസ്റ്റ് LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഈ PDF ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രിയിലെ ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ കേരള പോസ്റ്റിംഗ് ചാൻസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് L35 CAG, അല്ല കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് ഒക്കെ, CAG അല്ല CGDA. അപ്പോൾ അതിൽ 321 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് CGDAയിൽ നിങ്ങൾക്ക് എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ L35 ആണ്, അത് ഓർത്ത് വെക്കുക. 321 വേക്കൻസി ആണുള്ളത്. ഇനി L10 എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ്. അപ്പോൾ അതിൽ റീജിയണൽ അലോക്കേഷന് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒഫീഷ്യലായിട്ട് ഇവർ പറയുന്നില്ല കേരളത്തിൽ തന്നെ കിട്ടുന്നു. പക്ഷേ റീജിയണൽ അലോക്കേഷന് ചാൻസ് ഉള്ള പോസ്റ്റാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൽ. നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു, അതേ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ 29 വേക്കൻസി ഉണ്ട്. അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ 316 വേക്കൻസി ഉണ്ട്. അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോണൽ ഓഫീസസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവർ ഈ IB കാരൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ തരണമെന്നില്ല. അപ്പം അത് IBയിലൊക്കെ കിട്ടുന്നവർ അതനുസരിച്ച് അങ്ങനെ മനസ്സിലാക്കി മാത്രം പോവുക. IBയിൽ ഫീൽഡ് വർക്കാണ് മോസ്റ്റ്ലി. അപ്പോൾ ഇത് LDC കേഡർ ആയതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓഫീസർക്ക് മാത്രമേ കാണത്തുള്ളൂ. ACIO മുതലാണ് ഫീൽഡ് വർക്കിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് CGHS ഇത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇപ്പോൾ 89 വേക്കൻസി ഉണ്ട്. അപ്പോൾ സ്ട്രോങ് പ്രസൻസ് ആണ് മേജർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ്. എല്ലാം നല്ല പോസ്റ്റുകളാണ്. അപ്പോൾ ബാക്കി പോസ്റ്റിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതുപോലെ ആർംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അപ്പോൾ ഇവിടെ എന്താ 196 വേക്കൻസി ഉണ്ട്. ഇത് നല്ല നമ്മുടെ ക്യാൻറ്റീൻ്റെ ഫെസിലിറ്റി കിട്ടും. ആർമിക്കാരുടെ പോലെ ഇത്രയും ഓഫീസർ ലെവലിൽ നിന്ന് കിട്ടത്തില്ലെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റി ഡൽഹി പോസ്റ്റിംഗിലായിരിക്കും. ദിസ് ഈസ് ആൻ ഐഡിയൽ ചോയ്സ് ഫോർ കാൻഡിഡേറ്റ് ലുക്കിംഗ് ഫോർ എ ഹൈലി റെസ്പെക്റ്റഡ് പോസ്റ്റിംഗ്. നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആർമി ഇതിലാണെന്ന് പറയാം. സ്റ്റേബിൾ ഫാമിലി ലൈഫാണ്. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാതെ ഉള്ളതായിരിക്കും. ഈ സെൻട്രൽ PWDയിലും CBIയിലും അവിടെ ഉണ്ട്. ഹൗസിംഗ് അർബൻ അഫയേഴ്സിനും L31 അത് വേക്കൻസീസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. CBIയിലുണ്ട് 140 വേക്കൻസി. അപ്പോൾ മെയിൻലി അത് ഡൽഹിയിലായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, ഓൾ ഇന്ത്യ ആണ്. ഇനി BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. 392 വേക്കൻസി ഉണ്ട്, പക്ഷേ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ഇവിടെ ഫിസിക്കലും മെഡിക്കലും സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് എന്താണ്, കുറച്ച് ഫിസിക്കൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്,
ഈ നിങ്ങൾ ഫിസിക്കലി ഇത് ഉള്ളതാണെങ്കിൽ PWBD സ്യൂട്ടബിലിറ്റി നോക്കണം കേട്ടോ. സെലക്ട് പോസ്റ്റ് അത് നോക്കണം. PWBDക്ക് ആപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം നോക്കിക്കോണം. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് നോക്കണം. കളർ ബ്ലൈൻഡ്നെസ് പറ്റുമോ ഇല്ലെന്നുള്ളത് മിക്കവാറും എല്ലാത്തിലും കളർ ബ്ലൈൻഡ്നെസ് പറ്റും. ഇനി ആ ഒരു സെപ്പറേറ്റ് ഇതിനൊക്കെ പറ്റത്തില്ലായിരിക്കും. ചില പോസ്റ്റുകൾക്ക് മാത്രം ശ്രദ്ധിക്കേണ്ടി വരും. ഇനി DE ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇനി കുറച്ച് ടൈപ്പിംഗ് സ്പീഡ് കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ അതിൽ D54 SSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, D55 കൺട്രോളർ ജനറൽ ഓഫ് CGAയിൽ 21 വേക്കൻസി ഉണ്ട്. മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ ഒരു വേക്കൻസി ഉണ്ട്. DO പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ ടൈപ്പിംഗ് സ്പീഡ്. നിങ്ങൾ കണ്ടു കാണും, പരീക്ഷ എഴുതുന്ന സമയത്ത് ഹയർ സ്പീഡുള്ള ഒരു ടെസ്റ്റ് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇത് പാസ്സായവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കുറച്ചുകൂടെ കരിയർ കുറച്ചുകൂടെ നല്ലതാണ്, കുറച്ചുകൂടെ ഗ്രേഡ് പേ കൂടുതലാണ് ഈ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിന്. അതിൻ്റെ വേക്കൻസീസും അതനുസരിച്ച് കുറവാണ്. അപ്പോൾ ഇനി ഞാൻ CGL 2026 എഴുതുന്നവരും അല്ലെങ്കിൽ CGL 2025 വഴി ജോലി കിട്ടിയവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ജോലി അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആയിട്ടുണ്ടെങ്കിൽ, SSC വഴി നിങ്ങൾക്ക് CGL വഴി ഫൈനൽ ലിസ്റ്റിൽ ഒരു ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 100% നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ കയറി നിങ്ങൾ വേറെ CHSLന് ദയവായിട്ട് ആർക്കെങ്കിലും CHSLനും CGL ഓൾറെഡി 2025 സെലക്റ്റഡ് ആണ്, അങ്ങനെ ആയിട്ടുള്ളവർ CHSLന് ദയവായിട്ട് നിങ്ങളിത് കൊടുക്കാതിരിക്കുക. കാര്യം CHSLനുള്ള ഏത് പോസ്റ്റ് ആയാലും CGLനേക്കാളും താഴെ തന്നെയാണ്. നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർക്ക് എന്തായാലും നോർത്തിലോട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് CGL വഴി ആയാലും. അപ്പോൾ മാക്സിമം നിങ്ങൾ CHSL 2025 ഈ ഒരു പ്രിഫറൻസ് ഫോം തന്നെ കൊടുക്കാതിരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ വേറൊരു പ്രോസസ്സിനും പോകേണ്ടി വരത്തില്ല. ആ ഒരു പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ലാസ്റ്റ് ഡേ വരെ നിൽക്കരുത്, സെർവർ ഇഷ്യൂ ഉണ്ടാവുന്നതുകൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ ആ ഒരു PDF, ഞാൻ ആ ഒരു തന്ന PDF, അതിന് മുമ്പേ നമുക്ക് ആ ഫൈനൽ വേക്കൻസി നോക്കാം. എന്നിട്ട് ഓരോ പോസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ CAT ഇങ്ങനെ എല്ലാത്തിനും വേക്കൻസി ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, വെദർ കളർ ബ്ലൈൻഡിന് പറ്റുമോ. യെസ്. ഇപ്പോൾ നോ വരുന്ന ഓപ്ഷൻ നോക്കുക. നോ വരുന്ന ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ ഇതിലെന്ത് വരുന്നില്ല, പറ്റത്തില്ല, ഒരു വേക്കൻസി ഉള്ളൂ. അപ്പോൾ ആ നോ ഇത് നോക്കിക്കോണം. നോ വരുന്ന സാധനം നോക്കണം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നേരത്തെ പറഞ്ഞത്, അതിനകത്ത് പറ്റത്തില്ല. അടുത്ത നോ വരുന്നത് മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൽ പറ്റത്തില്ല. അതൊക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. മിനിസ്ട്രി ഓഫ് ടൂറിസം ഒക്കെ വലിയ വർക്കില്ലാതെ നമുക്ക് പോവാം. വിജിലൻസ് കമ്മീഷനിൽ പറ്റത്തില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പറ്റത്തില്ല. കണ്ടോ, CGDAയിലുള്ള അത് നോക്കിക്കോണം. മിനിസ്ട്രി, എല്ലാ മിനിസ്ട്രിയാണ്, മിനിസ്ട്രിയിലെ പോസ്റ്റുകളാണ്. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. ഡിഫൻസിൽ ഇതാ പറ്റത്തില്ല, നോ. ഇത് ശ്രദ്ധിച്ചോണം, ഏതിലൊക്കെ പറ്റത്തില്ല എന്നുള്ളത് നോക്കിക്കോണം. അങ്ങനെ 56 ഡിപ്പാർട്ട്മെന്റ് ആണ്. ടോട്ടൽ വേക്കൻസിയാണ് 3522. UR വേക്കൻസി 1625. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോസ്റ്റുകളുണ്ട്. ഓരോ പോസ്റ്റിനെ പറ്റി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കേരള പോസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളൂ, അതല്ലേ എല്ലാവർക്കും കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ അത് നോക്കാം, അതിൻ്റെ വർക്ക് ലോഡും കാര്യങ്ങളും. ഈ ഒരു PDF കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം, നിങ്ങൾ അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 3522 വേക്കൻസിയാണുള്ളത്. 1675 UR വേക്കൻസിയാണ്. 56 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ CAT CATയിൽ ഇനിഷ്യൽ പോസ്റ്റിംഗ് എവിടെ ആയിരിക്കും, നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ആയിരിക്കും. അപ്പോൾ പ്രൊഫൈൽ നോക്കിയാൽ ട്രാൻസ്ഫർ റേറ്റ് ലോ ട്രാൻസ്ഫർ റേറ്റ് ആണ്. സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷനാണ് അവിടെ വരുന്നത്. അതുപോലെ വർക്ക് ലോഡ് സ്ട്രക്ചേർഡ് വരുന്നത് കോർട്ടിലാണ്, റാൻഡം അലോക്കേഷൻ കോർട്ടിൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ CATൽ എറണാകുളത്തിൽ എന്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഇപ്പോൾ റെഗുലർ അത് വരാൻ ചാൻസ് ഉണ്ട്. ഹൈലി പോസിബിൾ ആയിട്ടുള്ള പോസ്റ്റാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ. അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ ഇനിഷ്യൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഇനിഷ്യൽ പോസ്റ്റിംഗ് ഡൽഹിയിലാണ്, ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ്, കോൺഫിഡൻഷ്യൽ ആണ് ഇന്റലിജൻസ് ബ്യൂറോ. അപ്പോൾ ഇവിടെ ഓഫീസ് ഉണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും. പക്ഷേ എന്താണ്, പോസിബിൾ ആണ്, പക്ഷേ അവർ അങ്ങനെ ഇത് ട്രാൻസ്ഫർ വരും. ഡിപ്പാർട്ട്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അത് PPFൽ പീസ്ഫുൾ പ്രൊഫൈലാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഡൽഹി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്യാൻറ്റീൻ സ്റ്റോർ CST, നമ്മുടെ ക്യാൻറ്റീൻ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഓൾ ഇന്ത്യയിലുള്ള. അപ്പോൾ അവിടെ നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഉണ്ട്, ഡിഫൻസ് സെക്ടറിലുള്ള. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ സ്ലോ ആണ്, ഇൻവെന്ററി ഒക്കെ ചെയ്യുന്നതിനാണ്, അത് ചാൻസ് ഉണ്ടെന്നാണ് കിടക്കുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, ശ്രദ്ധിച്ചോണം. മിനിസ്ട്രി ഓഫ് മൈൻസ് പോസിബിൾ ആണ്. GSIയുടെ ആക്റ്റീവ് ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് പോസിബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ മിനിസ്ട്രി ഓഫ് മൈൻസ്. അത് നോക്കണം. ഈ പോസിബിൾ ആണെന്നുള്ള ആ ഒരു പ്രിഫറൻസ്, എങ്ങനെ പ്രിഫറൻസ് കൊടുക്കാമെന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾ ആദ്യം വെക്കണം, പോസിബിൾ എന്ന് എഴുതിയേക്കുന്നത് ആദ്യം കൊടുക്കുക. ഇതൊന്നും ഒരിക്കലും നമുക്ക് കേരളത്തിൽ കിട്ടണമെന്നുള്ളവർക്ക്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു ഇതുകൂടെ വായിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അൺലൈക്ലി ആണ്. നോ ഓഫീസ് ഇല്ല. ഷെഡ്യൂൾഡ് ഇതിന് ഡയറക്ടർ ഫോറൻസിക് സയൻസിന് ഇല്ല. ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ആണ് പോസിബിൾ ആണ്, പക്ഷേ 29 വേക്കൻസി എന്തോ ഉള്ളൂ. അടുത്ത കൺസ്യൂമർ അഫയേഴ്സ് പറ്റത്തില്ല. CBI പറ്റും, പക്ഷേ അത് ട്രാൻസ്ഫറബിൾ ആണ്. വർക്ക് നോക്കണം, സ്ട്രിക്റ്റ് വർക്കിംഗ് ആണ്, ഹൈലി ഡിസിപ്ലിൻഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ഇതാണ്. നീതി ആയോഗ് ഇല്ല.
NIAക്ക് പോസിബിൾ ആണ്, പക്ഷേ എന്താണ് ട്രാൻസ്ഫർ ആണ്, അത് വായിച്ച് നോക്കണം. കൊമേഴ്സിൽ ഹൈലി പോസിബിൾ ആണ്. സെസ് നമ്മുടെ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ അഡ്മിനിസ്ട്രേഷൻ, അവിടെ എന്തുണ്ട്, പോസ്റ്റിംഗ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ. BROയിൽ അൺലൈക്ലി ആണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ഇത് നോക്കണം. BROയിൽ എന്താണ് ഉള്ള കാര്യങ്ങൾ അത് നോക്കി തന്നെ കൊടുക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അൺലൈക്ലി ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പോസിബിൾ ആണ്. NSSO ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ഉണ്ട്, ട്രിവാൻഡ്രം, കൊച്ചിൻ, കോഴിക്കോട് ഉണ്ട്. CGAയിൽ ആണ്. ഇത് ഒരുപാട് പേര് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. റാങ്ക് ബേസ്ഡ് ആയിരിക്കും മിക്കവാറും ഇടുന്നത്. അപ്പം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ലൊക്കേഷനിലോട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഈ CGAയിലുള്ള പോസ്റ്റ് നിങ്ങൾ ഇനിഷ്യൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. CGAയിലുള്ള പോസ്റ്റ് CGA പേ ആൻഡ് അക്കൗണ്ട് ഓഫീസ് ഉണ്ടോ, ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ അത് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. പോസിബിൾ ആണ് നമ്മുടെ എയറോനോട്ടിക്കൽ ക്വാളിറ്റി. മിനിസ്ട്രി ഓഫ് ടൂറിസം പോസിബിൾ ആണെന്ന് പറയുന്നു. ഹൈലി പോസിബിൾ ഉള്ളത് ആദ്യം കൊടുക്കും. പബ്ലിക് റിലേഷൻ പോസിബിൾ ആണെന്ന് പറയുന്നു. അഗ്രികൾച്ചർ പോസിബിൾ ആണ്. ഇതെനിക്ക് തോന്നുന്നു തൃശ്ശൂർ അവിടെ ഒന്നുണ്ട്, കൊച്ചിയിലുണ്ട്. യെസ്. സിവിൽ ഏവിയേഷൻ പോസിബിൾ ആണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഹൈലി പോസിബിൾ ആണെന്ന് പറയുന്നു, നമ്മുടെ ദൂരദർശൻ അതിലുള്ളത്. അപ്പം ഇവരൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റൊക്കെ നമുക്ക് ഇത് തരും, അടുത്തുള്ളത് തരും. ടെലികമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറയുന്നു. 62 ഫൈനൽ വേക്കൻസി ഉണ്ട്. യെസ്. ഫൈനാൻസ് സർവീസ് ഇല്ല. അർബൻ ഇത് ഈ ഒരു PDF നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഏകദേശം ആ പോസ്റ്റിനെ പറ്റിയെങ്കിലും ഒന്ന് എന്ത് പറയുന്നുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. എയർപോർട്ടിലും ബോട്ട് ഇതൊക്കെ എന്താ നമുക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനറൽ ഹെൽത്ത് സർവീസ് ഇത് ചാൻസ് ഉള്ളതാണ് കേട്ടോ ഈ സാധനം. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് പോസിബിൾ ആണ് കേട്ടോ. അടുത്ത വാട്ടർ റിസോഴ്സസ് പോസിബിൾ ആണ്, പക്ഷേ ഹൈലി പോസിബിൾ അല്ല. ഇത് CGDA എന്താണ്? CGDA വർക്ക് ചെയ്തവരെ എനിക്കറിയാം, കേരളത്തിൽ വർക്ക് ചെയ്തവരെ എനിക്കറിയാം. 301 വേക്കൻസി ഉണ്ട്. വേക്കൻസി അനുസരിച്ചിരിക്കും. ലോക്കൽ ഓഡിറ്റ് ഓഫീസും തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ ഉണ്ട്. കണ്ണൂരൊക്കെ വർക്ക് ചെയ്തവരെ എനിക്കറിയാം, പേഴ്സണലി അറിയാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പോസിബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് യെസ്, ഡെസ്ക് ജോബ് ആയിരിക്കും ഇതല്ല, ക്ലർക്കിൻ്റെ ജോലിയല്ല. നാഷണൽ ഇൻഫർമാറ്റിക് ക്ലർക്ക് ലെവൽ ജോലിയാണ്ട് ഇതായിരിക്കും. ഇത് ഹൈലി പോസിബിൾ ആണെന്ന് പറയുന്നു. 14 ഇൻസൈഡ് 14 കളക്ടറേറ്റിനകത്ത് എല്ലായിടത്തും NIC ഉണ്ടെന്നാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചർ പോസിബിൾ ആണ്. എല്ലാം നോക്കണം, ഓരോന്നിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു PDF ഞാൻ അയച്ചാൽ. രജിസ്ട്രാർ ജനറൽ അതിന് പോസിബിലിറ്റി ഉണ്ട്. EDക്ക് പോസിബിലിറ്റി ഉണ്ട്. യെസ്. ടെക്സ്റ്റൈൽസ് ഇല്ല, ഇതില്ല. CGA DEO ഹൈലി പോസിബിൾ ആണെന്ന് പറയുന്നു. മിനിസ്ട്രി ഓഫ് കൾച്ചർ ഹൈലി അൺലൈക്ലി ആണ്. യെസ്. അപ്പോൾ സ്ട്രിക്ട്ലി പ്രൈവറ്റ് കോംപയർഡ് ആണെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഫീച്ചറിംഗ് ക്ലിയർ എക്സാമ്പിൾ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹൈ പ്രോബിലിറ്റി ഓപ്ഷൻ ഇൻക്ലൂഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, NIC, CGDA, അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, MOSPI, അതുപോലെ CGA. ഡൽഹി ബേസ്ഡ് മിനിസ്ട്രീസ് ലാസ്റ്റ് കൊടുത്താൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട് സ്റ്റേഷൻ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അനോട്ടഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഇത് നമ്മുടെ ഞാനൊന്ന് എഴുതിയേക്കാം. മാഗ്ന മെന്റർ മലയാളം യൂട്യൂബ് ചാനൽ. യെസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇനി പ്രിഫറൻസ് കൊടുക്കാനുള്ള അതൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നിങ്ങളുടെ ssc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ ആവുക. അപ്പോൾ അതിൽ എക്സാം 2026 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ പോസ്റ്റ് പ്രിഫറൻസ് CHSL പോസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, മെയിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ അതിൽ ഓരോ പോസ്റ്റും ഇങ്ങനെ നമ്മുടെ ഓരോ കോഡ് നിങ്ങൾക്ക് ഏതാണോ ആദ്യം വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതാണ് വേണ്ടത്, ട്രാൻസ്ലേഷൻ ബോർഡാണ്, അല്ലെങ്കിൽ ആർംഡ് ഫോംസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ആദ്യം വേണമെങ്കിൽ L42. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. മറ്റേത് ആ ഒരു PDF കൂടെ നോക്കി നിങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കേരളത്തിൽ കിട്ടൂല്ലോ എന്നുള്ള ആ ഒരു ഐഡിയയും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് പൂരിപ്പിക്കുക, അത് കൊടുക്കുക. വേക്കൻസി ഇതും കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് നോട്ടീസും പറഞ്ഞിട്ടുണ്ട്. CGLന് ചെയ്ത പോലെ തന്നെയാണ്. കൊടുക്കാതിരിക്കരുത്, പണി കിട്ടും. കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ കട്ട് ഓഫിനെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പോൾ കട്ട് ഓഫ് നിങ്ങൾക്ക് ഒരു 300 ഒക്കെ URന് പോകുമെന്ന് പറയുന്നു. അത് എല്ലാം പരീക്ഷയുടെ എഴുതിയ ആൾക്കാരെയും വേക്കൻസി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫിനെ പറ്റിയൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, എന്നിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. CGL 2026 ആണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. CGL 2027 ആണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. അപ്പോൾ എന്ത് മെൻറ്റർഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ID ഉണ്ട്. അതായിരിക്കും കൂടുതൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ഇൻസ്റ്റയിൽ അയക്കുക. എന്തായാലും മെയിൽ അയച്ച് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടന്റ് ഒക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ ആ ഒരു 1300ഓളം വീഡിയോ ആയി, ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ കോഴ്സ്
ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാത്സിൻ്റെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയും ഒരു സ്ഥലത്തും ഒരു ഹിന്ദി ചാനലോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഇതിനകത്തുണ്ട്. പല പല ഹിന്ദി സാറന്മാരുടെ ക്ലാസ് കണ്ടിട്ട് വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് കണ്ട് സെറ്റായി പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എത്രയും പെട്ടെന്ന് പഠിക്കുക. ഏറ്റവും നേരത്തെ ജോയിൻ ചെയ്യാമോ അത്ര നേരത്തെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് പഠിക്കുക. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ CGL 2026 വേണ്ടിയുണ്ട്. മാത്സ് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.